ശബരിമല വികസനം ചർച്ച ചെയ്യാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തെ പറ്റി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സംഘപരിവാറിനും അതായത് ബി.ജെ.പിക്കും ഒരേ സ്വരം തന്നെയാണുള്ളത്. ശബരിമല വികസനത്തിന്റെ മാസ്റ്റർ പ്ലാനിൽ അഭിപ്രായവും നിർദ്ദേശവും തേടുന്ന പരിപാടിയെ ഇവർ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള രാഷ്ട്രീയ നാടകം എന്നാണ് വിമർശിച്ചിരിക്കുന്നത്. ഒരു വർഷം മുൻപ് ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച പരിപാടിയല്ലേ ഇത് എന്ന് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ രണ്ടു കൂട്ടർക്കും ഉത്തരവുമില്ല. വിഷയത്തിൽ വി.ഡി. സതീശന് കാലിടറിയത് തന്നെ NSSഉം SNDPയും സംഗമത്തെ അനുകൂലിച്ചതോടെ തന്നെയാണ്. UDF യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും എതിർക്കാനുള്ള കാരണം ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ശബരിമല തീർത്ഥാടനത്തിന് മാത്രം ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 341 കോടി 26 ലക്ഷം രൂപയാണ് ചെലവിട്ടത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യ 4 വർഷത്തിൽ മാത്രം ഇത് 1255 കോടി 32 ലക്ഷവുമാണ്. ശബരിമല വികസനത്തിനായി UDF സർക്കാർ 5 വർഷം കൊണ്ട് 456 കോടി രൂപ അനുവദിച്ചപ്പോൾ LDF സർക്കാർ വകയിരുത്തിയത് 1519 കോടി 22 ലക്ഷം രൂപയാണ്. നിലവിൽ 4 ഇടത്താവളങ്ങളുടെ വികസനത്തിന് 141 കോടിയും നിലയ്ക്കൽ ബേസ് ക്യാമ്പിന് 50 കോടിയും കിഫ്ബിയിലൂടെ ചെലവിടുന്നുമുണ്ട്. 8 കോടി ചെലവിൽ 50 ലക്ഷം ലിറ്ററിന്റെ 4 ജലസംഭരണികളും 12 കോടിയുടെ ദർശൻ കോംപ്ലക്സും 4 കോടിയുടെ വലിയ നടപ്പന്തൽ നവീകരണവും 5.5 കോടി ചെലവിൽ ആധുനിക സജ്ജീകരണങ്ങളുള്ള ആശുപത്രിയും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. മാസ്റ്റർ പ്ലാനിന് 83 കോടി 95 ലക്ഷം രൂപയും സാനിറ്റേഷൻ സൊസൈറ്റിക്ക് 20 കോടി 42 ലക്ഷം രൂപയും അനുവദിച്ചു. അങ്ങനെ ശബരിമലയിൽ നടക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ കാണാനുള്ള കണ്ണ് വി.ഡി. സതീശനും ബി.ജെ.പിക്കും ഇല്ലാതായി പോയിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണയുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വെള്ളാപ്പള്ളി നടേശനെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് നേരിട്ടെത്തി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയിലെ വസതിയിലെത്തിയാണ് വെള്ളാപ്പള്ളി നടേശനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് തന്നെ. അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച വെള്ളാപ്പള്ളി നടേശൻ ചടങ്ങ് ശബരിമലയ്ക്ക് ലോക പ്രസക്തി നൽകുമെന്നും പ്രതികരിച്ചിരിക്കുകയാണ്. ശബരിമലയുടെ വളർച്ച വലിയ വരുമാന സാധ്യത തന്നെയാണ്. അയ്യപ്പ സംഗമത്തിന് തെരഞ്ഞെടുപ്പുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെ പറയുന്നവർ കാടടച്ച് വെടിവെക്കുക തന്നെയാണ്. ആഗോള അയ്യപ്പ സംഗമത്തെ ഭക്തർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മാറ്റിവെക്കണമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന് ബദൽ സംഗമം നടത്താനുള്ള BJP നീക്കത്തെയും അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. കേരളത്തിനും സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒരുപാട് സമ്പത്ത് ലഭിക്കാൻ പോകുന്ന ബൃഹത്തായ പരിപാടിയാണ് ആഗോള അയ്യപ്പ സംഗമം. ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പോകാനും പ്രാർത്ഥിക്കാനും കഴിയുന്ന ഇന്ത്യയിലെ തന്നെ ഏക ക്ഷേത്രമാണ് ശബരിമല. ശബരിമലയ്ക്ക് ഗുണം ചെയ്യുന്ന വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയം, സ്ത്രീ പ്രശ്നം, പിണറായി വിമർശനം എന്നിവയ്ക്ക് ഉപയോഗിച്ച് സമയം കളയുകയല്ല വേണ്ടത്. ചർച്ചകൾ നടത്തണം, നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉയരണം, പ്രായോഗികമായിട്ടുള്ളത് സ്വീകരിക്കും. അതിനെല്ലാവരും സഹകരിക്കുകയാണ് വേണ്ടത്. അവിടെയും ഇവിടെയും ഇരുന്ന് പത്രപ്രസ്താവന ഇറക്കിയിട്ട് കാര്യമില്ല എന്നും വെള്ളാപ്പള്ളി പറയുകയാണ്.